ഇന്ധന വില വർധനവിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കടക്കാൻ പോകുന്നത്. രാജ്യത്ത് വീണ്ടും ഇന്ധന വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഇരുട്ടടി നൽകുന്ന തീരുമാനം തന്നെയാണിത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. 5 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് വില കൂട്ടുന്നത്. ഡൽഹിയിൽ പെട്രോളിന് 98.64 ഡീസലിന് 91.58 രൂപയായി. കൊച്ചിയിൽ പെട്രോളിന് 109.71 ഡീസലിന് 98.60 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. വിവരങ്ങളുമായി റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. റഷീദ്, വീണ്ടും ഇന്ധന വില വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും എങ്ങനെയാണ് ഇന്നത്തെ വില വർധനവ്? എങ്ങനെയാണ് ഈ വില വർധനവിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്ന നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയവും കേന്ദ്ര സർക്കാരും കടന്നിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ കണക്കുകൾ പരിശോധിക്കുകയാണ്. ഡൽഹിയിൽ ഇന്ന് പെട്രോളിന് 87 പൈസയും അതോടൊപ്പം ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഒരു പെട്രോൾ പമ്പിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ പെട്രോൾ അടിക്കാനൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. നിലവിൽ ഇത് XPയുടെ പെട്രോളാണ്. അതായത് 105ലേക്കാണ് ഇപ്പോൾ XPയുടെ അതായത് സ്പീഡിൻ്റെ റേറ്റ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു സാധാരണ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കും വലിയ തോതിലുള്ള റേറ്റ് വർദ്ധിപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി കടക്കാമെന്ന പ്രതീക്ഷിക്കുകയാണ്. ഭായ് സാബ്, आज भी रेट बढ़ गया, क्या लगता है? डलवाना तो है, क्या कर रहे हैं, रेट बढ़ गया तो ऑफिस जाना है, घर के काम है, क्या कर सकते हैं। सरकार के बारे में कुछ बोलना है क्या? क्या बोले सर, वो अपना काम कर रही है, हम अपना काम कर रहे हैं, क्या कर। അവരുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ദിവ്യ പങ്കുവെക്കുന്നത്. കാരണം സർക്കാരിനോട് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷേ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളൂ. ഭായ് സാബ്, आज भी पेट्रोल का रेट बढ़ गया, क्या लगता है? അങ്ങനെ ചില ആളുകൾ ഇത് അറിഞ്ഞ് വരുന്നത് കൂടിയുള്ളൂ. രാവിലെ തന്നെ വലിയ തോതിലുള്ള തിരക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡീസലിൻ്റെ വില നോക്കുകയാണെങ്കിൽ 98.64 എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വില വലിയ പ്രതിസന്ധിയായിരിക്കും. നേരിയ തോതിലുള്ള വർധനവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളെങ്കിൽ പോലും അത് വലിയ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കടക്കം കാരണമാകും. ഘട്ടം ഘട്ടമായും ഇനി വില വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ കടക്കുന്നതിൻ്റെ സൂചനയായാണ് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലെ ചില കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അത് മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ പെട്രോളിന് 91 പൈസയും ഡീസലിന് 94 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പെട്രോളിന് 82 പൈസയും അതോടൊപ്പം തന്നെ ഡീസലിന് 56 പൈസയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും കണക്കുകൾ പരിശോധിക്കുകയാണ്. ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് രാജ്യത്ത് എങ്ങനെയായാലും വലിയ ഒരു പ്രതിഷേധത്തിലേക്കും അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലേക്കും കടക്കും. സ്വാഭാവികമായിട്ടും ഇനിയും ചരക്ക് നീക്കത്തിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പച്ചക്കറി അടക്കമുള്ള അവശ്യ സാധനങ്ങളിലേക്കും വില വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു കടുത്ത ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഡൽഹിക്കാരടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ഈ വില വർധനവ് തടയാനുള്ള ശ്രമങ്ങൾ, നീക്കങ്ങളൊന്നും തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലേ? നിലവിൽ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, പ്രധാനമന്ത്രി ഇപ്പോൾ വിദേശ രാജ്യങ്ങളുമായുള്ള സന്ദർശനം നടത്തുകയാണ്. അവിടെ ഈ ഇത്തരത്തിൽ ഇന്ധന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ നിലവിൽ അത്തരം നടപടികളിലേക്ക് കടക്കുമ്പോൾ പോലും രാജ്യത്ത് വലിയ ആഹ്വാനം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ വാഹനത്തിൻ്റെ ഉപയോഗം കുറക്കണമെന്നുള്ളൊരു ആഹ്വാനം ആദ്യം മുന്നോട്ട് വെച്ചു. പിന്നീട് അത് കേന്ദ്രമന്ത്രിമാരും ഡൽഹിയിലെ മന്ത്രിമാരൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും വലിയ പ്രചാരണമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഡൽഹിയിൽ വർക്ക് ഫ്രം ഹോം എന്ന നിരക്കിലേക്ക് വലിയ ഒരു നടപടികളൊക്കെ തന്നെയും ഡൽഹി സർക്കാരും ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് ഉറപ്പിച്ചിരിക്കുന്നത്. അതേസമയം നയതന്ത്രമായിട്ടുള്ള പല ഇടപെടലുകളും പാളിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇന്ധനം നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ പോകും. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 2 മാസം
മാസത്തേക്ക് നിലനിൽക്കാനുള്ള പെട്രോളും ഡീസലും എല്ലാ ഇന്ധനവും രാജ്യത്ത് ഉണ്ട് എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വലിയ വില വർധനവിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. എന്തായാലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ പോലും രാജ്യത്ത് നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ റിപ്പോർട്ട് വില വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. കാരണം ഇതിനോടകം തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ തോതിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ചരക്ക് ഗതാഗതം, ഇന്ധന ഗതാഗതം പ്രതിസന്ധിയിലായത് തന്നെയാണ് നിലവിലെ വില വർധനവിക്ക് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പെട്രോളിനും ഡീസലിനും വില ഉയരുന്നത്. അത് ഇനിയും ഉയർന്നേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലും വില വർധനവിന് സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരികയാണ്. റഷീദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക്